ഇന്നലെ ലണ്ടനിലെ ട്രക്ക് ഡ്രൈവ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ലോറിയിൽ കയറി ആ ഒരു അനുഭവം ഓർമ്മ വന്നത്. അപ്പൊ ഇനി കുറച്ച് ലോറി കഥ ആയാലോ. അബിക്ക് ഒരു അശോക് ലേലാൻഡ് ഉണ്ടായിരുന്നേ. ഓൾ ഇന്ത്യ പെർമിറ്റ് ഒക്കെ ഉള്ള ഒരു വണ്ടിയായിരുന്നു. അഗോര എന്നായിരുന്നു പേര്. കല്യാണത്തിന് മുന്നേ എന്നോട് പറഞ്ഞു അബിയുടെ എയും ഗ്രീഷ്മയുടെ ജി ഉള്ളതുകൊണ്ടാണ് അഗോര എന്ന് പേരിട്ടതെന്ന്. ഈയിടെ ഞാൻ ഒന്നും കൂടെ ചോദിച്ചപ്പോ അങ്ങനൊന്നും അല്ല, ശിവന്റെ പേരായതുകൊണ്ടാണ് ഞാൻ ഇട്ടെന്നാ പറഞ്ഞത്. എങ്ങനെ ഇരിക്കും? അയ്യോ, നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. കല്യാണത്തിന് മുമ്പ് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടി കല്യാണം കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ എന്നെ ലോറി കയറ്റി. അന്ന് നമ്മൾ മാസ്ക് ഒക്കെ വെച്ച് നടക്കുന്ന കോവിഡ് കാലമാണ്. എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് കാറയിലും ബൈക്കിലും ഒക്കെ ഭാര്യ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ ലോറിക്കാണ് പോയത്. ലോറിയിൽ വന്ന് ഇറങ്ങുന്ന മരുമകനെയും മകളെയും കാണാൻ വേണ്ടി അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ റോഡിൽ ഇറങ്ങി നിന്നൊക്കെ എനിക്ക് ഓർമ്മ വരും. എനിക്ക് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിലിരിക്കുന്ന പാല് തികത്തില്ല, വരുമ്പോൾ 2 കവർ പാലും കൂടെ മേടിച്ചോണ്ട് വന്നു. അന്നേരം കണ്ണൻ എന്ത് ചെയ്യുന്നു, ഈ ലോറി നേരെ കൊണ്ടുപോയി കുറവലങ്ങാട് പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ അകത്ത് പാർക്ക്. എന്നെ ലോറിയിൽ എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് പാലും മേടിച്ചോണ്ടിരാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഞാൻ ലോറിയിൽ ഇരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ 2-3 ചേട്ടന്മാര് വന്ന് ഈ ലോറിയുടെ ചുറ്റും നടപ്പുണ്ട്. ഒരാൾ പയ്യൻ ഞാനിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു എവിടെ പോവാ. ഞാൻ പറഞ്ഞു വീട്ടിൽ പോവാ. അപ്പൊ പുള്ളി വീണ്ടും എവിടുന്ന് വരുവാ. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് വരുവാ. അപ്പൊ പുള്ളി ഒരുമാതിരി എന്നെ നോക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ചെറുതായിട്ടൊരു പേടി വന്നു. പട്ടാപ്പകലാണ്, എന്റെ നാടാണ്, എന്നാലും ഒരു അകാരണമായ പേടി. പെട്ടെന്ന് പാല് മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയോണ്ട് ഫോൺ ലോറിയെ തന്നെ വെച്ചു. അപ്പൊ എനിക്ക് അബിയെ വിളിക്കാനും നിർവാഹമില്ല. പക്ഷെ അവൻ പെട്ടെന്ന് തന്നെ വന്നു. അപ്പൊ അവനോടായിട്ട് അവരെന്തോ സംസാരിക്കുന്നത് കണ്ടു. ഏതോ ഒരുത്തിനൊരു പെണ്ണിനെ അടിച്ചോണ്ട് എങ്ങോട്ടോ പോകുന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ച് തുടങ്ങിയത്. പിന്നെ എവിടെ പോകുന്നു എങ്ങോട്ട് പോകുന്നൊക്കെ ചോദിച്ചപ്പോൾ വീട്ടിൽ പോകുന്നു, വീട്ടിൽ നിന്ന് പോരുന്നൊക്കെയല്ലേ ഞാൻ പറഞ്ഞത്. അവരുദ്ദേശിച്ചത് ബോംബെ, പൂനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥലപ്പേര് പറഞ്ഞു. അവരെ ഞാൻ കൺഫ്യൂസ് ചെയ്തു. ഈ വീഡിയോയുടെ മേളിൽ കാണിച്ചിരിക്കുന്ന ഞാൻ അന്ന് എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ്. അന്ന് ഞാനൊരു പ്രൗഡ് വൈഫും ഒരു ഫാൻ ഗേളും ഒക്കെ ആയിരുന്നു. അന്ന് മാത്രമല്ല ഇന്നും കേട്ടോ, അതിനൊരു കുറവ് വന്നിട്ട്. അന്ന് ഞാൻ അബിയെ അഡ്മയർ ചെയ്ത അതേ ലെവലിൽ തന്നെ, അതിനേക്കാൾ ഒച്ചയോടെ കൂടി ഇപ്പൊ അഡ്മയർ ചെയ്യുന്നു എനിക്ക് തോന്നി. അന്ന് വർഷം 2021, ഇന്ന് 2026. ഈ 2 വീഡിയോയും കൂടി ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോൾ ഒരു സന്തോഷം. അന്ന് ആദ്യമായിട്ട് ലോറി കയറിയ ദിവസം ഞാൻ ഒരു കൊച്ചിനെ പോലെ തുള്ളിച്ചാടി കേട്ടോ. ഇന്ന് ഞാനിപ്പോ അങ്ങനെ അങ്ങ് തുള്ളിച്ചാടിയില്ലെങ്കിലും എന്റെ മനസ്സിൽ അതുപോലത്തെ തുള്ളിച്ചാട്ടം നടക്കുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞാലും ലോറിയിലുള്ള ഒരു യാത്ര ഒരു രക്ഷയില്ല, വേറെ ലെവൽ അനുഭവമാണ്. ലോറി പ്രാന്തന്മാരായിട്ടുള്ള ആണുങ്ങളെ ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ കുറ്റം പറയുന്ന ഭാര്യമാരോ അമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ആണുങ്ങളെ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു റൗണ്ട് അവരെ ഒന്ന് കറക്കിയാൽ മതി. നിങ്ങളെ കഴിഞ്ഞ് വലിയ പ്രാന്തികളായിട്ട് അവർ മാറിക്കോളും.